ഇന്നലെ രാത്രി ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ജിസേലിന്റെ മോഷണ ആരോപണത്തിൽ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ച് അനുമോൾ എന്ന് പറയുന്ന ഒരു പ്രൊമോയായിരുന്നു. ജിസേലിന്റെ കരണമടിച്ച് പൊട്ടിച്ചോ അനുമോള്? ഇങ്ങനെയും പലർക്ക് സംശയമുണ്ട്. ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അനുമോള് ജിസേലിനെ തല്ലിയോ എന്ന്. അനുമോള് നടത്തിയ ഒരു മോഷണം ജയിൽ നോമിനേഷനിലാണെന്ന് തോന്നുന്നു. ജിസേല് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് ചാടി എണീക്കുന്ന ഒരു അനുമോളുണ്ട്. വിരളും ചൂണ്ടിക്കൊണ്ട് ജിസേലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജിസേലിന്റെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. ജിസേൽ അവിടെ അങ്ങ് ഇരിക്കുകയാണ് ആ സമയത്ത് സോഫയിൽ. വിരളിങ്ങനെ കൊണ്ട് മുഖത്തിന്റെ അടുത്തേക്ക് വരെ പോകുന്നുണ്ട്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടി ചാടി എണീറ്റ് ഈ അനുമോൾ നിൽക്കുന്ന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ആദിലയും നൂറയെല്ലാം. ശരിക്കും ഇനി അനുമോള് ദേഷ്യം വന്നിട്ട് ജിസേലിനെ തല്ലുകയോ മറ്റോ ചെയ്തോ? ആ ഒരു സംശയം പ്രമോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞ അനുമോള് അരുതാത്തതായിട്ട് എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട്. കൈ തട്ടി മാറ്റുകയോ പിടിച്ച് തള്ളുകയോ സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ ചെയ്തിട്ടുണ്ട്. കാരണം ഇല്ലാതെ ഹൗസ് മേറ്റ്സ് പെട്ടെന്ന് എണീറ്റ് അങ്ങോട്ട് ഓടില്ല. ബിഗ് ബോസിനകത്ത് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളതാണ്. ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ കുറ്റപ്പെടുത്തുന്നതാവാം. ഇപ്പോൾ 2 ദിവസം മുമ്പ് അനുമോള് ജിസേൽ ആ ഡ്രസ്സ് വലിച്ചു കീറിയതാണ് എന്ന് പറഞ്ഞത് അത് കണ്ടിട്ട് പറഞ്ഞതല്ല, ഒരു സംശയം പറഞ്ഞതാണ്. ഇതുപോലെയൊക്കെയുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്നയിക്കപ്പെടാം. അതിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ, സമചിത്തതയോടെ, സമാധാനത്തോടെ നേരിട്ടാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ വല്ല അബദ്ധവും കാണിച്ച് കഴിഞ്ഞ സീസണിൽ പലരും പോയതുപോലെ പോകേണ്ടി വരും. എന്തായാലും തല്ലിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് അരുതാത്ത രീതിയിൽ എന്തോ അനുമോൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു.